പോലീസിനെ കണ്ട് കയ്യിലുണ്ടായിരുന്ന പൊതി വിഴുങ്ങി ഓടാൻ ശ്രമിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഇയാടൻ ഷാനിദാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിഴുങ്ങിയത് MDMA ആണോ എന്ന് MDMA ആണെന്ന് പറഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എൻഡോസ്കോപ്പി പരിശോധനയിൽ വയറ്റിൽ വെളുത്ത തരികൾ തടങ്ങിയ കവറുകൾ കണ്ടെത്തി. ഇയാൾക്കെതിരെ പോലീസ് NDPS ആക്ട് പ്രകാരം കേസ് എടുത്തു കഴിഞ്ഞു. വയറ്റിനുള്ളിലാണ് ഇപ്പോൾ MDMA ഉണ്ടെങ്കിൽ അത് ഡോക്ടർമാർ പുറത്തെടുക്കട്ടെ. പിന്നെ നമുക്ക് അത്ഭുതവും തോന്നുന്നില്ല. കാര്യം കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ചില അവയവങ്ങളൊക്കെ തന്നതിന് കൃത്യമായി ഉപയോഗമുള്ളതാണ്. ആ സ്ഥലത്തേക്ക് MDMA കടത്തി വെക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു. സമീർ, ശരിക്കും ഈ MDMA എന്ന് പറഞ്ഞപ്പോൾ പൊതി വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ വലിയ പൊതിയായിരുന്നല്ല, ആറ്റ പൊതിയായിരുന്നു. ഗുഡ് മോർണിംഗ് SKN. ചെറിയ പൊതി തന്നെയാണ്, 2 പൊതികളാണ് ഉള്ളത്. പോലീസ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിലാണ് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിനിടയിലാണ് കയ്യിൽ ഉണ്ടായിരുന്ന പൊതികൾ വിഴുങ്ങുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് പോലീസ് ഈ യുവാവിനെ ഓടിച്ചിട്ട് പിടികൂടിയ ശേഷം എന്താണ് വിഴുങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ അത് MDMA ആണ് എന്ന് പറയുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിയെ താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് പരിശോധനയിൽ എൻഡോസ്കോപ്പി പരിശോധനയിൽ 2 കവറുകൾ ഈ പ്രതിയുടെ വയറ്റിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് വെളുത്ത തരികളാണ് ഉള്ളത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് MDMA ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് NDPS ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള മൈക്കാവ് ഇയാടൻ ഷാനിദ് എന്ന യുവാവാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. യുവാവിന്റെ വയറ്റിലുള്ള ആ 2 കവറുകൾ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആവശ്യമെങ്കിൽ സർജറി നടത്തി തന്നെ അത് പുറത്തെടുക്കും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.